ആണ്ട് കിടന്ന് നടന്നു. ഒച്ച വെക്കല്ലേ, ഒച്ച വെക്കല്ലേ. ഒച്ച വെച്ചാ പലരും കേൾക്കും. പിന്നെ ഒരു കാര്യം, ഇങ്ങോട്ട് വാ. നമ്മൾ ഇവിടെ എന്തിനാ വന്നേന്ന് അറിയാലോ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്തിനാ? നിന്റെ പെണ്ണിന്റെ കല്യാണം നാളെ നടക്കാൻ പോല്. അതെ, അവളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനല്ലേ നമ്മളിവിടെ വന്നേ. അത് ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം, തിരിച്ചിവിടുന്ന് പോകുമ്പോ ഇവിടുന്ന് ഒന്നും അടിച്ചു മാറ്റി പോക്കറ്റ് ഇട്ടേക്കല്ലേ. എന്റെ കുടുംബത്തിന് അത് നാണക്കേടുണ്ടാവും. പിന്നെ നീ ഇവിടെ വന്നത് പൊന്നാട എണീക്കുന്ന പരിപാടിക്കല്ലേ. എടാ കാമുകിമാരെ അടിച്ചോണ്ട് വന്ന ഇങ്ങനൊന്നുമല്ല. പിന്നെ ഒരു വലിയ ജീപ്പൊക്കെ അങ്ങോട്ട് വിളിച്ച്, വലിയൊരു 3-4 ഗുണ്ടകളെയൊക്കെ അങ്ങോട്ട് വിളിച്ച്, കുറച്ച് ബോംബൊക്കെ അങ്ങോട്ട് എടുത്തു, അവരുടെ വീട്ടിൽ അങ്ങോട്ട് എറിഞ്ഞ്, അവരുടെ തള്ളയും തന്തയൊക്കെ അങ്ങോട്ട് വാരി അങ്ങോട്ട് ആലക്കിട്ട് അവളെ എടുത്ത് തോളയിട്ടോണ്ട് ഇങ്ങനൊരു വരവ് വരണം. അതാടാ ഹീറോയിസം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗ് അല്ല നടക്കുന്നത്. എന്റെ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുള്ള പരിപാടിയാ, അത് തകർക്കരുത്. എടാ നിന്നോട് ഞാൻ ഒരു കാര്യം, ഞാൻ ഈ സൈസ് വൃത്തിയുടെ പരിപാടിക്ക് നിൽക്കുന്നതല്ല. ഈ പെണ്ണ് വിഷയം എനിക്ക് താല്പര്യമേ ഇല്ല. പെണ്ണ് വിഷയം താല്പര്യമില്ല പോലും. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരണം. ഞങ്ങളുടെ നാട്ടില് പെൺകുട്ടികൾ കുളിക്കുന്ന കുളക്കടവില് ഈ പുള്ളി രാവിലെ വരും. എന്നിട്ട് ജുബ്ബ ഊരി വെള്ളത്തിൽ കമന്നങ്ങ് കിടക്കും. ഇതൊന്നും അറിയാതെ ചേച്ചിമാര് വന്ന് ഇയാടെ പുറത്ത് തുണി അലക്കും. അലക്കി 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 പുറത്തെ തൊലി പോയാൽ പോലും ഇത് ഞാൻ അനങ്ങത്തില്ല. അത്രക്ക് എവർഗ്രീൻ കോഴിയാ ഈ പുള്ളി. എന്നിട്ട് പറയുക അനങ്ങുകയല്ലെന്ന്. ഞാൻ വിശ്വസിക്കല്ലെന്നും. ഹലോ, എടി, ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ടൊരു പൊന്നെ, നിന്റെ കഴുത്തിൽ താലി കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം ഞാനായിരിക്കും. ഹലോ ഹലോ ഹലോ, 1-2 ഡയലോഗും കൂടി ഇടണം, എന്ന് പറയാൻ മറന്നുപോയി. പോട്ടെ, സാരമില്ല. അതെ, എന്നാ വായിക്കുവാ? ചരമക്കോളം വായിക്കുക. ഈ ചരമക്കോളത്തിൽ ചിറ്റപ്പന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല ഇല്ല. ഈടോ, തന്റെ തലമണ്ട അടിച്ച് ഞാൻ വിളിക്കും. താൻ ആരോടോ? എന്റെ നിന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പൻ. ആ ഒരു ബോധം തനിക്ക് വേണം. ഞാനിവിടെ പെണ്ണിനെ വിളിച്ചോണ്ട് പോകാൻ ഞങ്ങൾ ഒളിച്ചോടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയോ? പിന്നെ നിനക്ക് ആ ബിനീഷിന്റെ അവിടെ വെള്ളിമൂങ്ങയുടെ ഓട്ടം പിടിച്ചിട്ടേക്കുവാ. വെള്ളിമൂങ്ങയോ? ഇല്ലല്ലാതെ. ബാംഗ്ലൂർ വരെ പോവാനോ? ഇല്ലടാ, നീ 150 രൂപ എന്റെ കൈ കൊണ്ട് തന്നെ നിനക്ക് ഞാൻ BMW ഉണ്ടാക്കി തരാം. മിനിമം ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലേ ബുക്ക് ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു ബുക്കിന് എടുത്തോണ്ടോ, അതിനകത്ത് ഞാൻ ഫ്ലൈറ്റ് ഒന്ന് എഴുതി തരാം. ഇങ്ങോട്ട് വരാനുള്ള ഓട്ടോ കാശ് നിങ്ങൾ കൊടുത്തോണ്ടല്ലേ? എന്നിട്ട് ഞാൻ ഇത് കേൾക്കുമല്ലേ? ചിറ്റപ്പ, സമാധാനപ്പെട്. നമുക്ക് അവളുടെ മുറി തപ്പി പിടിക്കണം. മനസ്സിലായല്ലോ? വാ. കണ്ട പാവമുണ്ട്, എന്നെ കാത്ത് കാത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്, ചിരിക്കാറില്ല, ചിരിച്ചാൽ താണ്ട ചെവിയുടെ വണ്ടടിച്ച് ഞാൻ മൂളിക്കും. ഞാനെന്താ ചെയ്തടാ? എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വരുമ്പോ ഫോൺ സൈലന്റ് ആക്കണോ? എന്റെ ഫോൺ സൈലന്റാ. പിന്നെ ചിരിച്ചതാരാ? നീ ഒന്നുകൂടെ പാടി നോക്ക്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്, ചിരിക്കാറില്ല, ചിരിച്ചാൽ അയ്യോ പാപത്തിയതല്ലേ. ആരാ കാറിയത്? നീ തന്നെയാണല്ലോ കാറിയത്. ഞങ്ങളാ ഞങ്ങളാ അല്ലെന്ന് പറ. ഞങ്ങളല്ല, അതും പറഞ്ഞേക്കുന്നു. ഞങ്ങള് KSB വന്നതാ. ലയൻമാനാ. ഇവിടെ അങ്ങോട്ട് മഴയൊക്കെ പെയ്ത് കറണ്ട് ലൈനൊക്കെ പോയെന്ന് പറയുന്നത് ആണോ? എന്നാ ഞാൻ അത് പോയെന്ന് നോക്കിട്ട് വരട്ടെ. ശരി. ആണ്ടടാ, ഊട് പറഞ്ഞു അധികം രക്ഷപ്പെട്ടു. ഞാൻ പെട്ട്. സോമദാസൻ. യേശുദാസിന്റെ അമ്മച്ചിയാണ് സത്യം, ആരുമല്ല. ആരെങ്കിലും ആയിരുന്നെങ്കിൽ 2 പാട്ട് പാടിപ്പിക്കായിരുന്നു. അല്ല, പിന്നെ നീ ആരാ? സത്യം പറ. ഇവിടെ നിശ്ചയം നടക്കുവല്ലേ? അതെ. ഞാൻ LED ബൾബ് ഇടാൻ വന്നതാ. എന്റെ മുറിയിലോ? അതെ. ചത്ത കിളിക്ക് എന്തിനാ മക്കളെ കൂട്? എന്നാലും നീ വന്നതല്ലയോ, അവിടെ 2 ബൾബ് ഇട്ടേച്ചും മിച്ചും പോക്കോ. ശരി. പിന്നെ ഒരു കാര്യം വന്നേ. എന്നാ? ഇങ്ങനെ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ മുറിയിലേക്ക് വരുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ വരണം കേട്ടോ. ഇതിന്റെ അകത്ത് വേറെ ആളും കിടപ്പുണ്ടോ? എന്തുവാ നോക്കുന്നേ? പ്രായപൂർത്തിയായ പെണ്ണ് ഞാൻ തന്നെയാ. നിങ്ങളോ? നിങ്ങൾക്ക് മിനിമം ഒരു 10 തവണയെങ്കിലും പ്രായപൂർത്തിയായി കാണുമല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ഇപ്പോഴും ഒന്ന് ഒരുങ്ങി ഇറങ്ങിയാലേ പഴശ്ശിരാജയിലെ കനികയാന്നാ പറയൂ. ദൈവമേ, കനികയാന്നായിരിക്കത്തില്ല, ഇതുവരെ കഴിഞ്ഞില്ലേ എന്നായിരിക്കും ചോദിക്കുന്നത്. സത്യം പറ, നീ LED ബൾബ് ഇടാൻ വന്നോ തന്നെയാണോ? സത്യം പറ. ഞാൻ നാട്ടുകാരെ എപ്പോ വിളിച്ചു കൂട്ടും, എന്നെ കയറി പിടിച്ചെന്ന്. സത്യം പറയാം, ഞാനിവിടെ ഒരു കല്യാണക്കാരിയായിട്ട് വന്നതാ. പക്ഷേങ്കിൽ എനിക്ക് നാണവാ. എന്റെ പൊന്നെ, നിങ്ങളുടെ കാര്യമല്ല. എന്റെ പൊന്നു മുത്തശ്ശി, ആരും പുകയില കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരിയില കൂട്ടി മുറുക്കിയ ചരിത്രമില്ല. അതുകൊണ്ട് നിങ്ങൾ സേഫാ. അത് മതി. ഒന്നുമില്ല.
ഹലോ ഹലോ ശ്രീകുട്ടിയെ, നീ ഇതെവിടാടി? ചേട്ടാ, നിങ്ങളോട് ഞാൻ എന്റെ മുറിയിലോട്ട് വരാനല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇത് എവിടാ? എനിക്കൊരു പോസ്റ്റ് കിട്ടി. എന്തുവാ? ഞാൻ നിന്റെ മുത്തശ്ശിയുടെ റൂമിൽ പെട്ടുപോയി. അയ്യോ, മുത്തശ്ശിയുടെ റൂമിലോ? ചേട്ടാ, അവിടെ അധികം നേരം നിക്കല്ലേ ചേട്ടാ. അതെന്നാ? മുത്തശ്ശിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇടയ്ക്ക് സ്വന്തമായിട്ട് ചിരിക്കുക, കരയുക, പിന്നെ വെറുതെ ഇരിക്കുമ്പോ വയലന്റ് ആവും. അത്രേ ഉള്ളൂ, അധികം നേരം നിക്കണ്ട. നീ ഉദ്ദേശിച്ചു വരുന്ന റൂട്ട് എനിക്ക് മനസ്സിലായി. ഇതിന് കാരണം എന്നാ? പണ്ട് മുത്തശ്ശിയുടെ കല്യാണം ഒന്ന് മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിപ്പോയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രശ്നമാ. നിങ്ങൾ അവിടെ നിക്കാതെ വേഗം വാ. ശരി, നീ വെച്ചോ. ശരി ശരി. എന്നതാ കല്യാണ കാര്യമാണ്. അങ്ങനെയാണെങ്കിലേ എനിക്ക് വലിയൊരു മാലയും പിന്നെ ഒരു ബൊക്കയും വേണം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നിങ്ങൾക്ക് ഞാനൊരു റീത്ത് കൊണ്ടുതരാം. ഒന്നും പറഞ്ഞില്ല, ഞാനൊരു സർപ്രൈസ് തരട്ടെ. നെറ്റിയില് മതി, അതാ കെയറിങ്. അതല്ല, കണ്ണടച്ചേ. അടച്ചോ? ദൈവമേ, ചിറ്റപ്പനെ ഞാൻ എവിടുന്ന് കണ്ടു? ചിറ്റപ്പ വേഗായിക്കോട്ടെ. എടാ സോമനാഥോ, എടാ സോമനാഥ, എടാ ഞാൻ നിനക്ക് അവിടെ ആട്ടോയും പിടിച്ചിട്ടാ ചിരിക്കുവാ. നീ പെണ്ണിനെ കൊണ്ട് ഇപ്പൊ വരുമെന്നും പറഞ്ഞു. എന്തിയായി വൈ? ആരാത്? നിക്കണ അവിടെ. പെട്ട് നിക്കണ. ആരാ? ഞാനോ? ഞാൻ KCB വന്നതാ. നേരത്തെ ഇതുവഴി പോയില്ലയോ? അയാള് തന്നെ ഞാൻ. അല്ല അല്ല, ഇതെന്റെ കൂട്ടം പിള്ള ചേട്ടൻ അല്ലയോ? അയ്യോ, അത് ഞാനല്ല. നിങ്ങൾക്ക് ആള് മാറി. അല്ല, ആന്ന് 40-40 വർഷം മുമ്പ് എന്നെ കല്യാണ പന്തലാക്കിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ കുട്ടം പിള്ളം ചേട്ടൻ തന്നെ. അയ്യോ, അത് ഞാനല്ല. നിങ്ങൾക്ക് ആള് മാറി. അന്ന് നിങ്ങൾ നസീറിനെ കൂട്ടിയിരിക്കുവായിരുന്നു. ഇപ്പോഴും പ്രേമ നസീർ തന്നെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ എന്തിനാ കിടന്ന് വെറുതെ തിരക്കിരിക്കുന്നത്? പ്രേമ നസീർ എങ്കിൽ പ്രേമ നസീർ. അന്ന് കുളിമുറിയിൽ പോവാന്നും പറഞ്ഞു പോയ മനുഷ്യനാ പിന്നെ കുളു മണാലിയുടെ മണലിന്റെ അടിയിന്നാ പൊക്കിയെന്നാ നാട്ടുകാര് പറഞ്ഞ് എവിടെ പോയി കിടക്കുവായിരുന്നു? എവിടെ പോയി കിടക്കുവായിരുന്നു? ദൈവമേ, അത് നിങ്ങൾക്ക് ആള് മാറിയതാ. എനിക്ക് ആള് മാറിയതല്ല, എന്റെ കൂട്ടം പിള്ളം ചേട്ടൻ തന്നെ. അന്ന് ഞാനും 100 പവനും ഈ കണ്ണത്താ ദൂരത്തെ സ്വത്ത് മുഴുവനും കാത്ത് നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുക. അറിയാവോ? 100 പവൻ. 100 പവൻ. ദൈവമേ, നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെവി കേൾക്കത്തില്ലേ? നിങ്ങൾ ആ അന്വേഷിക്കുന്ന ആള് ഈ ഞാനാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ? പിന്നെ പിള്ളച്ചേട്ടനാണോ? പിന്നെ എന്നാത്തിനാ കള്ളം പറഞ്ഞേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ ശുന്നാരി. പിന്നെ പണ്ടത്തെ തമാശ ഇപ്പോഴും ഉണ്ട്. അയ്യോ, കൊറേയൊക്കെ പറയാം, ആവറേജ് ആവും. ചിലതൊക്കെ എറിക്കും, ചിലതൊക്കെ പോവും. എനിക്ക് വയ്യ. എന്നാ പറ, നമ്മൾ അന്ന് കല്യാണം നിശ്ചയിച്ചപ്പോഴേ ഒരു പ്രേമപ്പാട്ട് പാടിയില്ലായിരുന്നോ? ഏതാ പാട്ട്? പെട്ട്. ദൈവമേ, ഇത് എവിടുന്ന് കണ്ടുപിടിക്കും? ആദ്യത്തെ വരി ഏതാ? ആദ്യത്തെ വരി അതന്നെ, ആദ്യത്തെ കൺമണി ആണായിരിക്കണം. എന്തായാലും ഇതിനകത്തുനിന്ന് നീ എന്നെ രക്ഷിച്ചു. ദൈവമേ, നന്ദി. കല്യാണം പിന്നെ കഴിച്ചാർന്നോ? ഇല്ല. ഇപ്പൊ ചോദിക്കുന്നതിൽ അർത്ഥമൊന്നും ഇല്ല, എന്നാലും ചോദിക്കുക. ഈ കല്യാണ പെണ്ണിന്റെ സൗന്ദര്യം എങ്ങനെയാ സങ്കല്പം? എനിക്കാണെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലപോലെ ആസ്വദിക്കുന്ന ഒരാളാ. അതുകൊണ്ട് എനിക്കെന്ന് പറയുന്നത് ഒരു ശീലയുടെ കൂട്ടിരിക്കുന്ന ഒരു പെണ്ണ് വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ആ സൗന്ദര്യം എനിക്കുണ്ടോ? ഉണ്ടോന്നോ? എന്റെ പൊന്നല്ലയോ? ആ പൊന്ന അവിടെ ഇരിപ്പുണ്ടോ? അയ്യോ, ആ പൊന്നവിടെ ഇരിപ്പുണ്ട്. എനിക്കതറിഞ്ഞാ മതി. അത് നിങ്ങൾക്കുള്ളതാ. എന്നെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? എന്റെ ശുന്നാരി അല്ലയോ? പിന്നെ ഇതെവിടെ പോയി? ഒരു പിടുത്തം ഇല്ല. ഇതേ പോരെ ചേടാ. ചിറ്റപ്പനല്ലേ അത്? ചിറ്റപ്പോ, ഇങ്ങ് വന്നേ. ഒരു മിനിറ്റ് വന്നേ. ഒരുമാതിരി അനാവശ്യം കാണിക്കരുത്. നിനക്ക് അനാവശ്യമാ, എനിക്കത് ആവശ്യമാ. നീ എന്തിനാ അവിടെ വന്നേ? ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോവാൻ. ഞാനും അതിനാ വന്ന എന്റെ പെണ്ണിനെ കൊണ്ടുപോവാൻ. ഏത് പെണ്ണ്? എന്റെ തക്കുടൂനെ. ഏത് തക്കുടു? ഓ, നിക്കുന്നടാ.
താണ്ടേ നാണം കിട്ട പരിപാടി കാണിക്കരുത്. നിങ്ങക്ക് 10-65 വയസ്സുണ്ട്. പോടാ അവിടുന്ന്. കുട്ടപ്പിള്ള ചേട്ടൻ ഒന്നും മിണ്ടണ്ട കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ വയസ്സന്മാരെ കണ്ടൂടാ. നമ്മളെ എന്നാ പറഞ്ഞു. ചിറ്റപ്പാ, ഇങ്ങ് വന്നേ. ഞാനൊരു കല്യാണം കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലയോ? അയ്യോ, അതല്ല ഒരു കാര്യം പറയാം. ഒരു കാര്യം നീ പണയണ്ട, നീ നിന്റെ കാര്യം നോക്ക്. നിനക്ക് പെണ്ണ് കിട്ടിയോ? ഇല്ല. അല്ലല്ലേ, എന്നാ എന്നൊരു പെണ്ണ് കിട്ടി. നീ നിന്റെ പണി നോക്കി താണ്ടെ ആപത്തിലോട്ടാണ് പോകുന്നത്. ഞാൻ സഹിച്ചോളാം. ചെന്ന് കേറ്. എന്നാത്തിനാ ഈ പിള്ളാരോടൊക്കെ എന്നാത്തിനാ സംസാരിക്കുന്നത്? കേൾക്കത്തില്ലെന്ന്. നമ്മള് ബുദ്ധിയുള്ള നമ്മള് വേണ്ടയോ? നമ്മള് കണ്ട അവിടെ ആട്ടോ വിളിച്ചിട്ടിട്ടുണ്ട്. ആണോ? പിന്നെ അതിനകത്ത് നമുക്ക് പോണ്ടേ? നമുക്ക് പിന്നെ പോണ്ടായോ? ഉള്ളതൊക്കെ എടുത്തോ? ഓ, എന്നാ എടുക്കാനാ? പൊന്നിന്റെ കാര്യം മറക്കരുത്. പൊന്നിന്റെ കാര്യം ഞാൻ മറക്കൂ? ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്റെ കുട്ടപ്പിള്ള ചേട്ടനുള്ളതാ. ആണോ? ഇത് എത്ര പവനുണ്ടെന്നാ പറഞ്ഞേ? 100. 100 ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 10-400 പവനെങ്കിലും കാണും. ഞാനൊന്ന് തുറന്ന് നോക്കിക്കോട്ടോ, ആഗ്രഹം കൊണ്ടാ. 100 പവനുണ്ട്. ഇത് ഞാൻ എപ്പോഴൊന്നും ഇടത്തില്ല, സീസണിലേ ഇടൂ. ചിറ്റപ്പാ, വായും പൊളന്നോണ്ട് നോക്കിയിരിക്കാതെ ഓടി രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? അങ്ങനെ ഇനി വഴുതി മാറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി കല്യാണവും ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. എന്നാ നീ വിട്ടോടാ, എന്നാ ഞാൻ പെട്ടടാ. ദൈവമേ.